दिन को गणतंत्र दिवस के रूप में मनाया जाता है। इस दिन हमारे सैनिकों की परेड होती है। दिल्ली में हमारी तीनों सेनाओं के अंगों की शानदार प्रदर्शनी होती है और ये सेनाएं राष्ट्रपति को सलामी देते हैं। इस उत्सव में विद्यालयों और महाविद्यालयों के छात्र छात्राएं भी भाग लेते हैं। इस दिन हमारे देश के महान विभूतियों का सम्मान भी किया जाता है। इस तरह यह दिन हमारे राष्ट्र का महत्वपूर्ण दिन है। इस अवसर पर हम प्रतिज्ञा करते हैं कि मिली हुई स्वतंत्रता का संरक्षण करना अपना परम कर्तव्य समझकर देश के लिए काम करेंगे और हमारा तन मन देश के लिए अर्पित करेंगे। അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എന്റെ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിന്റെ 66ാം വാർഷികമായ ഈ മഹനീയ ദിനത്തിൽ നിങ്ങൾക്കേവർക്കും എന്റെ ഹൃദയംഗമമായ റിപ്പബ്ലിക് ദിനാശംസകൾ. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ജീവൻ ബലിയർപ്പിച്ച എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും ഈ അവസരത്തിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. റിപ്പബ്ലിക് ദിനത്തെക്കുറിച്ചുള്ള എന്റെ എളിയ അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിതമായ ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമായതിന്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 26 നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യയെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത്. ഫെഡറൽ പാർലമെന്ററി ഭരണ സംവിധാനമുള്ള പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ